വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ഹർജിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ മോഹൻലാലിന് അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. ലിങ്കുകൾ പോസ്റ്റ് ചെയ്ത എല്ലാവരെയും കക്ഷിയാക്കാനും കോടതി നിർദ്ദേശം നൽകി. പുതിയ അപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. ധനസുമോദ്, ഈ വ്യക്തിത്വ അവകാശം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് മോഹൻലാൽ നൽകിയ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്? മഹേഷ്, മോഹൻലാലിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ചിത്രം, വീഡിയോകൾ, ഡിജിറ്റൽ ഒപ്പ് തുടങ്ങിയവ ദുരുപയോഗം ചെയ്യാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്, അതായത് ഇത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായി മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് തടയണം എന്നാവശ്യപ്പെട്ട് ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. രാവിലെ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ മെറ്റയുടെ അഭിഭാഷകനെ ഹൈക്കോടതി പ്രത്യേകം വിളിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് മെറ്റയുടെ അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:30ക്കാണ് മെറ്റയുടെ അഭിഭാഷകൻ വന്ന് വാദം തുടങ്ങിയപ്പോൾ തന്നെ മെറ്റയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഇത് ചില ലിങ്കുകൾ അദ്ദേഹത്തിന് അപകീർത്തികരമാണ്, ചില ബോഡി ഷെയ്മിങ് നടത്തുന്ന തരത്തിൽ മോഹൻലാലിനെതിരെയുള്ള ലിങ്കുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് മോഹൻലാലിന്റെ അഭിഭാഷകൻ പറയുന്നത്. എങ്കിൽ പിന്നെ അത് കൃത്യമായി വേർതിരിച്ച് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഇതിന് കൃത്യമായി ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷം ഏതൊക്കെ ലിങ്കുകളാണ് കൃത്യമായി മോഹൻലാലിനെ ആക്ഷേപിക്കുന്നത് എന്നതടക്കം കൃത്യമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇപ്പോൾ നിലവിലെ ഒരു അപേക്ഷ അനുസരിച്ച് ഇത് പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ അപേക്ഷ സമർപ്പിക്കാനാണ് കോടതി ഇവിടെ മോഹൻലാലിന്റെ അഭിഭാഷകനോട് പറഞ്ഞത്. ഇതനുസരിച്ച് മോഹൻലാലിന്റെ അഭിഭാഷകൻ പുതിയ അപേക്ഷ സമർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിന് ഒരു ആധാരമായിട്ടുള്ളത് അമിതാഭ് ബച്ചൻ, ഗൗതം ഗംഭീർ തുടങ്ങിയ സിനിമാ നടന്മാരും ക്രിക്കറ്റ് താരങ്ങളും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള അനുകൂല വിധി നേടിയിരുന്നു. അതേ പാത പിന്തുടർന്നു തന്നെയാണ് തൻ്റെ ശബ്ദവും തൻ്റെ ചില സിനിമയിലെ ഡയലോഗുകളും തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മാത്രമല്ല, ആരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ തൻ്റെ അനുമതിയോടുകൂടി തന്നെ ഉപയോഗിക്കാവുള്ളൂ, അല്ലാത്ത ഉപയോഗിക്കുന്നതെല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്.